ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് കൃഷിക്കായിട്ട് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എന്നാണ്. പലരും ചോദിച്ചൊരു കാര്യമാണ്, നമ്മൾ ഏത് രീതിയിൽ എന്തൊക്കെ ചേർത്തിട്ടാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നതെന്ന്. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, നമ്മുടെ കൃഷിലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയിരുന്ന ഗ്രോ ബാഗുകളാണത്. അപ്പോൾ ഈ ഗ്രോ ബാഗിൽ നമുക്ക് എങ്ങനെ മണ്ണ് നിറയ്ക്കാം, മണ്ണ് നിറച്ച് അതുപോലെ വിത്തുകൾ പാവുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിൽ മണ്ണ് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്നും അതിൽ വിത്ത് പാവേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് മണ്ണ് നിറയ്ക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ മണ്ണ് നിറയ്ക്കാൻ പോണതെന്ന് പറഞ്ഞാൽ മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇതെല്ലാം കൂടി എടുത്ത് മിക്സ് ചെയ്താണ് നമ്മൾ ശരിയാക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഈർപ്പം നിലനിർത്തുന്നതിന് വേണ്ടി ചകിരിച്ചോറും, ഇത്രയും മിശ്രിതങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കരിയിലൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ കുറച്ച് കരിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണ് അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കാനും ഒരു വെള്ളം ചെല്ലുമ്പോൾ ആ കരിയില വലിച്ചെടുക്കാനും ഇതൊക്കെ കൂടുതൽ നല്ലതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ആവശ്യത്തിന് ചകിരിച്ചോറ് കാര്യങ്ങൾ ചെല്ലുമ്പോൾ അതിനകത്ത് ഈർപ്പം നിലനിൽക്കും. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ചകിരിച്ചോറിനെ വെള്ളത്തിൽ കുതിർത്തിയിട്ടാണ് ഈ മണ്ണിൻ്റെ ചാണകപ്പൊടിയുടെയും കൂടെ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചകിരിച്ചോറാണ് ഇപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം ഒരു കട്ട വാങ്ങിയതിൻ്റെ കുറേശ്ശെ എടുത്ത് ബാലൻസ് ഇരിക്കുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് ഇതിപ്പോൾ എല്ലാം വേണ്ട, നമുക്ക് കുറച്ചെടുത്ത് നിറയ്ക്കാം. നമ്മൾ ഇതിൻ്റെ പകുതി എത്തിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ചകിരിച്ചോറ് വെള്ളം ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ബാക്കി മണ്ണും ചാണകപ്പൊടി കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പം ഇതെല്ലാം ഒന്നിച്ചിടേണ്ട കാര്യമില്ല, ആവശ്യത്തിന് ഇട്ട് മിക്സ് ചെയ്യാം. മണ്ണാണ്. മണല് കിട്ടുന്നുണ്ടെങ്കിൽ മണലെടുക്കുക, മണലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഉണക്കച്ചാണകം പൊടിച്ചതാണ്. അത് ഇത്തിരി കൂടുതൽ വീണാലും നല്ലതാണ്. ഇതിനകത്ത് ചാണകത്തിൽ ചെറിയ കട്ടകളുണ്ട്. അപ്പോൾ അത് നമുക്ക് പൊടിച്ച് ശരിക്കും പൊടിയാക്കിയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വളം കൊടുക്കാനും ഇതിനൊക്കെ നല്ലതാണ്. അതുപോലെ മണ്ണിലും ചെറിയ കട്ട ഉണ്ടെങ്കിൽ നമ്മൾ പൊടിച്ചെടുക്കാം. പൊടിച്ചല്ല. പിന്നെ ചകിരിച്ചോറും കൂടി ഇതിനകത്ത് കുറച്ച് മിക്സ് ചെയ്യാം. ചകിരിച്ചോറ് നമ്മൾ നനച്ചതാണ്. ഇത് മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും നല്ലോണം മിക്സ് ആക്കാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടുകളൊക്കെ തേക്കാനും ഇതിനൊക്കെ സിമെൻറ്റും മണലും കൂടി മിക്സ് ചെയ്യില്ല എന്ന് പറഞ്ഞ മാതിരി എല്ലാം കറക്റ്റായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ശരിക്കും വളവും മണലും മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്ത് ചകിരിച്ചോറും എല്ലാം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ലൊരു കണ്ടീഷനിലായി കിട്ടുകയും ചെയ്യും. ഇപ്പം തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ചാണകപ്പൊടി, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് കടലപ്പിണ്ണാക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്ത് ചേർത്ത് കൊടുത്താലും നല്ലതാണ്. കടലപ്പിണ്ണാക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ കീടങ്ങളുടെ ശല്യമൊക്കെ കുറയും. ഇതിപ്പോൾ ശരിക്കും ആശാരിമാർ തേക്കാനും വിൽക്കുന്ന കൊലശ്ശേരി എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമുക്ക് സൗകര്യത്തിന് പൂമ്പയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്തിട്ട് മറയ്ക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ഇങ്ങനെ സിമെൻ്റ് ആണെങ്കിൽ അതിനകത്ത് കൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്ന മാത്രം നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, അത്രയും വ്യത്യാസമുള്ളൂ. നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിച്ചോറുണ്ട്,
ചാണകപ്പൊടി ഉണ്ട്, മണലുണ്ട്, മണ്ണുണ്ട്. അപ്പോൾ നമ്മൾ ഈ മണലൊക്കെ ചേർക്കേണ്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മണലൊക്കെ നിന്നാൽ ഒരിക്കലും ഇത് തറയിഞ്ഞു പോവില്ല. മണ്ണ് മാത്രമായാൽ എന്താണെന്ന് വെച്ചാൽ ഇത് തറഞ്ഞു പോകും, ചെടിക്ക് വളരാനും അതിൻ്റെ വേര് പാസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ചകിരിച്ചോറും മണലും ഉള്ളതുകൊണ്ട് ഒരു പാസിങ്ങിന് വേരുകൾ പാസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും, ഇത് തറഞ്ഞു പോവില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തൊക്കെ അടിയിൽ ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രോ ബാഗ് നിറയ്ക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രോ ബാഗിൽ നമ്മൾ അടിയിൽ ഇപ്പോൾ ഇവിടെ കുറച്ച് കരിയിലയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് കാരണം ഏറ്റവും അടിയിൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിൽ ഈ മിശ്രിതം നമ്മൾ നിറച്ചു കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അടിഭാഗത്ത് കിടക്കുന്ന ഈ കരിയില ഉള്ളതുകൊണ്ട് അതിൻ്റെ അടിയിൽ ഒരു ഇത്തിരി വെള്ളം ഒരു പക്ഷേ കൂടി ചെന്നാലും അതിൻ്റെ അടിയിൽ ആ കരിയില ഇതൊക്കെ വലിച്ചെടുത്തോളൂ. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് മാത്രം നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഇത് നിറയ്ക്കാൻ നോക്കാം. കരിയില രണ്ട് പിടി കരിയില ഇട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഈ ഞങ്ങളുടെ അവിടെ അയ്മ പച്ച എന്ന് പറയും, ചിലർ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയും, അങ്ങനത്തെ കുറച്ച് പച്ചില വളം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ തയ്യാറാക്കി വെച്ചേക്കണം ഈ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കഷ്ടി ഒരു അര ഗ്രോ ബാഗിൻ്റെ പകുതി വരെ നമ്മൾ നിറച്ചിട്ടുണ്ട്, ഈ ഭാഗത്തിന് നിറച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്വല്പം കൂടി ഇട്ട് കൊടുക്കാം, അത് മതി. അപ്പോൾ നമ്മളിപ്പോൾ പാവാൻ പോണത് ചീരയുടെ വിത്താണ്. ഇത് നമുക്ക് അഗ്രികേന്ദ്രയിൽ നിന്ന് വാങ്ങിയ സാധനമാണ്. നമുക്കപ്പോൾ ഇത് ഇതിനകത്ത് പാവാൻ നോക്കാം. ഇതാണ് ഇത്രയും വിത്തുണ്ട്. ഇതിപ്പോൾ 1,00,000 വിത്തുണ്ടെന്ന് തോന്നും. ഇത് ഇതിനകത്ത് പാവാമെന്ന നമ്മളില്ല പണ്ട് പാടത്ത് കൃഷി ചെയ്യാൻ നെല്ല് വിത്ത് വിതക്കില്ലേ എന്ന് പറഞ്ഞാണ്. ഇപ്പം ഞാൻ ഇതിനകത്ത് ഇട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് തൂക്കിക്കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മണ്ണ്. അപ്പോൾ നമ്മൾ അതിൽ മണ്ണ് ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇതിൽ വിത്ത് പാകി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്വല്പം വെള്ളം തളിച്ചു കൊടുക്കാം. കാരണം ഒത്തിരി തളിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ചെറിയ ഈർപ്പം നിലനിർത്തുണ്ടാവും. കാരണം നമ്മൾ ചകിരിച്ചോറ് കുതിർത്ത് ആണ് ഇതിനകത്ത് മിക്സ് ചെയ്തത്. എന്നാലും നമുക്കൊരു ലേശം വെള്ളം തളിച്ചു കൊടുക്കാം. അത് മതി. അപ്പോൾ കൂടുതൽ കുത്തി വെച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ നമ്മൾ ഇട്ട വിത്തെല്ലാം പൊന്തി മുകളിലേക്ക് പോരും. അപ്പോൾ ഇപ്പോൾ അത് കൈ കൊണ്ട് തളിച്ചു വയ്ക്കുക, കാര്യങ്ങൾ ചെയ്ത കാരണം കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ഈർപ്പം അതിനകത്തുണ്ട്. അപ്പോൾ ചെറിയ ഈർപ്പത്തിൽ ഈ വിത്തുകൾ മുളച്ചു പോകുന്നു. ഇനി നമ്മൾ നാളെ ലേശം സ്വല്പം വെള്ളം ഇതുപോലെ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിനാവശ്യമുണ്ടെങ്കിൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും ഇത് മുളയും കാര്യങ്ങളും ആയിക്കോളും. നമുക്കിത് മാറ്റി വയ്ക്കാം.